വീണ്ടും എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് മുരിങ്ങയിലയും കൊണ്ടുള്ളൊരു കറിയുടെ റെസിപ്പിയാണ്. നേരത്തെ നമ്മളൊരു വീഡിയോയിൽ മുരിങ്ങയിലും മുട്ടയും കൊണ്ടൊരു കറി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീരെ മുട്ട പോലും കഴിക്കാത്ത വെജിറ്റേറിയൻസിനാണെങ്കിൽ ഈ ഒരു കറി ട്രൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയൊരു നല്ലൊരു റെസിപ്പിയാണത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഫേസ്ബുക്ക് പേജുകൂടെ ഒന്ന് ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ വിട്ടുപോകരുത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിൽ കുറച്ച് പച്ചമല്ലി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചെറിയ ജീരകം ചേർത്ത് കൊടുത്തു. അതേപോലെ കുറച്ച് കുരുമുളക് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം, കുറച്ച് വെള്ളം, ആദ്യം ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതൊന്ന് പേസ്റ്റ് പോലെ അരയ്ക്കണം. അതിൻ്റെ മുമ്പായിട്ട് നമുക്ക് ഒരു കപ്പൽ മുളക് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ 2 അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് ഇത് പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കണം. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരുപാട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, ഒരു 2-3 സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, ഇതൊന്നും ഞാൻ ചതച്ചെടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമല്ലേ നേരത്തെ ഒഴിച്ചുള്ളൂ. ഇനി നമ്മൾക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/4 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി ഇത് അരച്ചെടുക്കാം. ഇത്രയും പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ. നമുക്കിനി അരച്ച് വെച്ചിട്ടുള്ള ഈ കൂട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു ചീനിച്ചട്ടിയിലേക്ക് ഗ്രേവിക്ക് ആവശ്യമുള്ള വെള്ളം ഇതിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ ഇത്രയും വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. പിന്നീട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഗ്യാസ് നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കേണ്ടത്. അപ്പോൾ മൂടി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം മൂടി വെച്ച് കഴിഞ്ഞാൽ അത് പൊന്തിപ്പോവും. അപ്പോൾ നമുക്ക് ഒരു 6-7 മിനിറ്റോളം ഇത് കുക്ക് ചെയ്യാനായിട്ട് വെച്ച് കൊടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ഗ്രേവി ഇതുപോലെ ആയി വരും. നന്നായിട്ടൊന്ന് വെള്ളത്തിലൊക്കെ നന്നായിട്ട് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ച് വരും. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഗ്രേവി തിക്കായിട്ട് വരും. ഈ സമയത്താണ് നമ്മൾ മുരിങ്ങയില ചേർത്ത് കൊടുക്കണം കേട്ടോ. മുരിങ്ങയില ചേർത്തതിന് ശേഷം വീണ്ടും അതൊന്ന് കുറച്ച് വേവിച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. മൂടി വെച്ചിട്ട് 1 മിനിറ്റൊക്കെ ഒന്ന് കഴിയുമ്പോൾ വീണ്ടും ഒന്ന് തുറന്ന് നോക്കണം. എന്നിട്ട് ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ ഒന്ന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് വീണ്ടും ഇളക്കി കൊടുക്കാം. ഒന്നുകൂടെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് 1 മിനിറ്റൊക്കെ നമുക്കൊന്ന് വീണ്ടും കുക്ക് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മുരിങ്ങയില എടുക്കുമ്പോൾ എപ്പോഴും തളിര് മുരിങ്ങയില ഉണ്ടെങ്കിൽ അതാ നല്ലത് കേട്ടോ. ഒരുപാട് മൂത്ത ഇലനേക്കാളും നല്ലത് പെട്ടെന്ന് വേകാനും ആ ഒരു ടേസ്റ്റൊക്കെ ഈ ചാറിന് വരുന്നത് നല്ല കുനിന്തായിട്ടുള്ള മുരിങ്ങയില എടുക്കാൻ നോക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ആയി കിട്ടിയാൽ മതി. നമ്മുടെ ചാറിന് ഈ ഒരു കൺസിസ്റ്റൻസി മതി കേട്ടോ. ഈ സമയത്ത് നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാനുണ്ട്. ഒരു 1/2 സ്പൂൺ തൊട്ടിട്ട് നമുക്കൊരു 3/4 സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ വരിക കറിക്ക്. അങ്ങനെ നമ്മുടെ മുരിങ്ങയില കറി റെഡി ആയിട്ടുണ്ട്. ചോറിന് പറ്റിയ നല്ലൊരു കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി വിട്ടുപോകരുത് കേട്ടോ. നമുക്ക് പുതിയ നല്ല വീഡിയോസായിട്ട് ഉടനെ തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.